എന്റെ അച്ഛനും അതുപോലെ എനിക്ക് എന്റെ അച്ഛൻ എന്തോ അവരുടെ പിന്നെ ഞാൻ എന്തോ പറയണോ എന്റെ അമ്മ എന്റെ അച്ഛനെന്നുള്ള ഇത് പിന്നെ പണ്ട് നാട്ടുകാരെ കൊണ്ട് പറയണം എന്റെ അച്ഛനെന്ന്. എന്റെ അച്ഛനല്ലേ എന്റെ അച്ഛനെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ അമ്മയ്ക്കൊക്കെ ലോകമൊന്നും എനിക്ക് മനസ്സിലാവില്ല ശരിക്കും. എന്തൊക്കെ ഗൂഢമായ രഹസ്യങ്ങൾ എന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്ക് വീട്ടുകാരുടെ എന്നെ കുറിച്ച് ഇതാക്കിയിട്ടുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും കൊന്നേക്ക് അമ്മ ഇന്ന് അവിടെ വേണമെങ്കിൽ വഴക്കപ്പെട്ടതിനായിരിക്കും 8 9 10 രാവിലെ വന്നിട്ട് വിളിക്കും. ഒരൊറ്റ കോണ പേരില്ല. മനസ്സിലായോ? അവരെ അറിയത്തില്ലേ ഞാന് എന്തെല്ലാം മോഡിഫിക്കേഷൻ എനിക്കുണ്ട്. ഇപ്പം ഞാൻ എവിടെ പോയി ജോലി ചെയ്താലും അവിടെ എല്ലാം വന്ന് നശിപ്പിക്കുന്ന ജോലി എവിടെമാർക്കുള്ളത്. എന്നെ നശിപ്പിച്ച് ഇപ്പൊ എന്നെ കൊച്ചുണ്ട് അവിടെയും കൊല്ലണമെന്നുള്ള രീതിയിലായിരുന്നു നടക്കുന്നത്. ആദ്യം എന്റെ ഈ വീരെ ഒരു കാര്യം പറയട്ടെ നമ്മളോട്. മാളവിക ഡി എന്നായിരുന്നു എന്റെ കൊച്ചിന്റെ പേര്. അവരറിയാമോ? മാളവിക ഡി ദീപയുടെ ഡി. അന്ന് ഇപ്പൊ പറഞ്ഞ അതിനകത്ത് വന്നിട്ട് എന്തുവാ അത് ന്യൂമറോളജി പ്രകാരം മാളവിക ഡി എന്നിടണം. ഇവര് മാളവിക ടീച്ചറും ഇടരുത്. അപ്പം സാധാരണ എട്ടച്ഛൻ എനിക്ക് ദീപ പഠിക്കാൻ നിൽക്കുന്നത് ഏറ്റവും പറയുന്നത് സഹകരണം നിൽക്കുന്നത് ആരുടെ ന്യൂമറോളജി നോക്കിയിട്ടല്ല കേട്ടോ മാമ. മാമനെ നോക്കിയിട്ട് ന്യൂമറോളജി നോക്കിയിട്ടാണോ മാമ മാമന്റെ പേരുന്നത്? അല്ല. എന്നിട്ട് ഇവൻ പറഞ്ഞ് മാളവിക ഡി എന്ന് ഇടാവൂ എന്ന് പറഞ്ഞ് മെസ്സേജിട്ട് അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം ഈ തീരെ എന്ന് പറയുന്നത് രണ്ടാമത്തെ കൊച്ചുണ്ടായി വർണ്ണിക. അപ്പൊ അവിടെ ഇതുപോലെ പറയുക എന്റെ കൊച്ചിന് വർണ്ണിക്കാമേ പേര് ഈശ്വരൊന്നുമില്ല. അപ്പൊ മൂത്ത കൊച്ചിന്റെ പേര് വർണ്ണിക ശ്രീയൻ മുരളി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന്റെ പേരാണ് എമ്മെന്നുള്ളത് കേട്ടപ്പോ. അപ്പൊ എമ്മെന്ന് ഇടാൻ പറ്റില്ല, വർണ്ണിക ശ്രീ എന്ന് മാത്രമേ ഇടാവുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താ ഈ ബന്ധവഴികൾ അവൻ മുരളി ചത്തു ഞാൻ ബന്ധവഴിക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഒരു ഇതുണ്ടല്ലോ. അത് കഴിഞ്ഞ് നാട്ടുകാരനോട് ചോദിക്കുന്നോട് എന്റെ അമ്മയൊക്കെ പറഞ്ഞത് അവൻ സൈലന്റ് അറ്റാക്ക് ആണെന്ന് മരിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാരനോട് പറഞ്ഞു നിന്റെ അനിയൻ എന്തിനാ രജിസ്റ്റൂടി കഥയെ കഴിയുന്നത്, നീവേടെ അനിയൻ എന്തിനാ രജിസ്റ്റൂടി കഥയെ കഴിച്ച മാമനോ അല്ലെ വെച്ച മാമനോ ഡൗട്ട് ആയിട്ടില്ലേ മാമ വരുമോ? ഈ അവിടെയുള്ള എന്നിട്ട് എന്റെ അമ്മ തന്നെ പറഞ്ഞു ഇന്നതെല്ലാം ആത്മഹത്യ ചെയ്തു വഴക്കോ അങ്ങനെ ഇങ്ങനെ പോയത്തെ വഴക്കിന് വന്നു എന്തുവാ അവരെ പറഞ്ഞു ഞാൻ വഴക്കിട്ടവരോട്. അപ്പൊ ഇത് മനസ്സിലായപ്പോ എന്തോ കാര്യമെന്നുള്ളത് അപ്പൊ പലരും പറയാൻ തുടങ്ങി നിന്റെ. അപ്പൊ എന്റെ അച്ഛന്റെ സ്വന്തം അനിയന്റെ മോൻ പറഞ്ഞാല് വാട്ടിക്ക് പോയിസം കൊണ്ട് വന്നതാണ് പറഞ്ഞു നാട്ടുകാരോട് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ സുനിലെ ബിജു പി എന്ന് പറയുന്നത് സുനിലുണ്ടല്ലോ സുനിലേക്ക അവരുടെ കൊച്ചുപോലത്തെ ഭാര്യ. മാമന്റെ ചോദിച്ചാൽ മതി സുനിലെന്ന് പറയുന്ന അവരുടെ നീലക്ക് എന്തുവാ ജ്യൂസിനകത്ത് മയങ്ങുന്ന മരുന്ന് കുഴച്ച് കൊടുക്കാവുന്ന ചോദിച്ചാൽ ഇവൻ ബിജു പി എന്ന് പറയുന്നത്. മാമ അറിയാമോ അന്നത്തെ കണ്ടീഷൻസ് ഇതിലേക്ക് മാമ നോക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞങ്ങളുടെ പോലെയുള്ളത്? ആ സുനിലേക്കൊക്കെ ഈ ബിജു എന്ന് പറയുന്നത് ചെന്ന് ചോദിച്ചു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ദീപയ്ക്ക് വെള്ളത്തിനകത്ത് ജ്യൂസിനകത്ത് മയങ്ങുന്ന മരുന്ന് കലക്കി കൊടുക്കാവുന്നത്. അപ്പം ഇതിലേക്ക് പറഞ്ഞ് ഇവിടെ വെച്ച് കൊടുപ്പിക്കത്തില്ല, ഞാനും മാത്രത്തിൽ എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ വെച്ച് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു കള്ളനുണ്ടല്ലോ അങ്ങോട്ടൊരു വൃത്തിക്കാരൻ കള്ളനുണ്ട്. ഇതും എന്റെ പേര് എന്തായിരുന്നു അവന്റെ പേര്? ബാബുക്കുട്ടൻ എന്തുവാ കോലത്ത് ബാബുവിന്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന കള്ളൻ. എന്തോ അവൻ തന്നെ. അവന്റെ പെണ്ണുമ്പിനെ വരെ ഇവന്മാര് ചട്ടം വെക്കാൻ അവന്റെ പെണ്ണുമ്പിനെ ഇവൻ എന്നിട്ട് എന്റെ ഓരോ വിട്ട് വീട് വരെ കൊണ്ടുവന്ന് വിട്ടു. ഇപ്പം വിചാരിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഇവൻ എന്തെങ്കിലും ഒപ്പിക്കാമേക്കുള്ള ഓരോക്കെല്ലാം വരെ വന്നവർക്കൊന്നും നടക്കില്ല. ഇവനെന്റെ എന്റെ അമ്മയും കൂടെ വീട്ടിൽ വെച്ചിട്ട് ഇനി ജോലി പഠിക്കുന്നത് കേട്ടോ. ഇവനും ആ അനിയെന്ന് പറയുന്നവന്റെ അനിയനും എല്ലാം എന്നെ പിടിച്ചു കെട്ടാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാമ പറഞ്ഞു ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ മാമ ഓർക്കുന്നുണ്ടോ അതൊക്കെ മാമനെ വിളിച്ചതൊക്കെ. എന്നിട്ട് ഇവന്മാർ ഇങ്ങനെ കൊടുത്ത് കൊന്നതാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ പേരിനകത്ത് എന്തോ കാര്യമുണ്ട്. അപ്പൊ ഇവൻ ഒരിക്കൽ പറയുക നിന്റെ വയറ്റിൽ പറഞ്ഞ കൊച്ചല്ലേ ഇരിക്കുന്നു ഒരിക്കൽ പറഞ്ഞ കേൾക്കുന്നുണ്ടോ കേട്ടോ. മാമന്റെ എന്തോ ഭാര്യയോ മാമനെങ്ങനെ പറയുമോ മാമനെ കൊച്ചിരിക്കും മാമ വയറ്റിൽ പറഞ്ഞോളാം മാമനെ കൊച്ചിരിക്കുന്നു മാമൻ പറയുമോ? അന്നേരം ഈ വർണ്ണിക ഞാനൊക്കെ ഫേസ്ബുക്കിലിട്ട് വർണ്ണിക ഈ മാളവികാരി ഉടനെ അടുത്ത ദിവസം ഇവനുണ്ടല്ലോ ഈ കൊച്ചി 10 8 9
എന്ന് പറഞ്ഞേ. ഇവക്കും ഇവരോട് നല്ല കള്ളറങ്ങളുണ്ട്. ഇവരുമായി വിചാരിച്ച് എന്നെ തട്ടിയിട്ട് ഇവര് നിൽക്കുമ്പോൾ കല്യാണം കഴിക്കാൻ വിചാരിച്ചു സത്യത്തില്. കേട്ടോ അമ്മ. ഇതിനിപ്പോഴും ഞാൻ ജീവിച്ചിരുന്ന ഇത് നടക്കത്തില്ലല്ലോ. ഇത് നടക്കത്തില്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ചത്താവോ അവർക്കും ഭർത്താവ് ഇവനും ഭാര്യയില്ല. അതുകൊണ്ട് രണ്ടിനെയും കൂടെ അങ്ങ് ഒപ്പിച്ചെന്നിട്ട് അവിടെ രീതിയിൽ ഉണ്ടാക്കാനാണ്. എന്നിട്ട് ഈ സീതയെന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞാൽ ഈ അവിടെ അതിന്റെ കൂടെ പോകുന്നു. കേട്ടോ അമ്മ. അതുപോലെ വേറെ കാര്യം എന്റെ ഒരു ഏക്കർ 46 സെന്റില് എന്തുവാ ഈ ഡോക്യുമെന്റ്സിൽ എന്റെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ വീട്ടിൽ കുറെ എന്തുവാ സന്തുലയെന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരെ വീട്ടിൽ വരുത്തി കുറെ ഉണ്ടാകുന്നാള് പറഞ്ഞ എന്റെ വീട് അടിച്ചു തീർത്ത് എന്നെ ആ സന്തുലയെ കൊണ്ടിട്ട്. പക്ഷെ ഇവന്മാര് കയറിയിട്ട് എന്റെ വീട്ടിലാകും ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല. ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോയി മാവേലിക്ക കോടതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്മാർ വിചാരിച്ചിരുന്നില്ല എനിക്ക് വട്ടാന്ന് വരുത്തിയെങ്കിൽ ഈ പ്രമാണം എല്ലാം ഞാൻ സ്വത്തൊക്കെ വിട്ടെന്ന് വരുത്തി ഇവന്മാരെല്ലാം കൂടെ അടിച്ചെടുക്കാനാണ് ഉദ്ദേശം. പക്ഷെ ഒന്നും നടന്നില്ല. എന്റെ പ്രമാണം എല്ലാം കോടതി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ ഇത് എന്റെ വസ്തുതകളെല്ലാം തട്ടിയെടുക്കാൻ പല രീതിയിൽ ഇവന്മാരെന്റെ പുറകിൽ നടത്തുകയാണോ കേട്ടോ. ഞാൻ ലക്ഷ്യം ഇപ്പം ശരി മമ്മ. ശരി ശരി. ശരി മമ്മ. Hello? Hello? Your phone? Go on, my dear. Come on. Why? What's up? Why not? Why you say why happened here, huh? I was very strong. Like my door is also closed, my dear. Dana, which one are you studying? I think now you will open what you are doing. Okay. Okay. Call me, huh? No. I'm not feeling hungry. I don't want anything. I will just sleep. I will go bathroom, then not now. I will sleep only after 11:30. When you